അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നജാത്ത് മീഡിയയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വിജ്ഞാന വിവരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അള്ളാഹു നന്മയും സമാധാനവും നൽകട്ടെ. നാമൊക്കെ പലപ്പോഴും ചെറുപ്പകാലങ്ങളിൽ പേടിച്ചേരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പേടിച്ചിട്ടുണ്ടാവുക നാം അർവാഹുകളെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കപ്പെടുമ്പോഴാണ്. പ്രേതം വരും, റൂഹാനി വരും, വേഗം ഭക്ഷണം കഴിക്കടാന്നൊക്കെ പറഞ്ഞ് ഉമ്മമാരൊക്കെ അന്നത്തെ വിവരമില്ലായ്മയുടെ ഭാഗമായി പലപ്പോഴും നമ്മെ പേടിപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ എന്താണ് റൂഹാനി, പ്രേതം എന്നുള്ളത് പഠിക്കൽ അത്യന്താപേക്ഷിതമാണ്. മനുഷ്യന്റെ ശരീരത്തിൽ റൂഹാനി കയറിക്കൂടുമോ? ചില ഉസ്താദുമാരുടെ അടുക്കൽ ചികിത്സയ്ക്ക് പോയാൽ അവര് പറയും അവരുടെ ശരീരത്തിൽ റൂഹാനിയുണ്ട്. പച്ചക്കളവാണ്, അബദ്ധമാണ്. അങ്ങനെയുള്ള ഉസ്താദുമാരുടെ അടുക്കൽ പോകാൻ പാടില്ല. അവർക്കൊന്നും അറിയില്ല. ഒരു ചുക്കും അറിയാത്തത് കൊണ്ട് അവർ എന്തൊക്കെയോ പുലമ്പുകയാണ്. നമ്മൾ അതിനുവേണ്ടി 10,000-25,000 രൂപ കൊടുത്ത് അവരുടെ അടുക്കൽ നിന്നും നാം പല രൂപത്തിൽ ഇതിന് ചികിത്സയുടെ ഭാഗമായി പലതും കാണിച്ചു കൂട്ടുന്നു. പാടില്ല, തെറ്റാണ്. പലപ്പോഴും അത് ഇസ്ലാമിന്റെ ബൗണ്ടറിയുടെ പരിധികൾ കടന്നു പോകുന്ന രൂപത്തിലുള്ള ചികിത്സകൾ വരെയും പല ഉസ്താദുമാരുടെയും ഭാഗത്തു നിന്നുണ്ടായതായി കേൾക്കാൻ സാധിക്കുന്നു. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. എന്താണ് റൂഹാനി? റൂഹ്, ആത്മാവ്. ആത്മാവിനെ കുറിച്ച് നാം ആദ്യം പഠിക്കണം, മനസ്സിലാക്കണം. ആത്മാവ് 5 ഘട്ടങ്ങളിലാണ്. ഒന്ന് ആലമുൽ അർവാഹ്, നമ്മുടെയൊക്കെ റൂഹുകളെ പടയ്ക്കപ്പെട്ട ലോകത്തുണ്ടായിരുന്ന ആത്മാവ്. മറ്റൊന്ന് ആലമുൽ അഷ്ബാഹ്, മനുഷ്യന്റെ ശരീരത്തിലേക്ക് ആത്മാവിനെ സന്നിവേശിപ്പിക്കപ്പെട്ടതിന് ശേഷമുള്ള ലോകം. മനുഷ്യനും ആത്മാവും തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആ കാലം. മൂന്നാമത്തെ ആലമുൽ ബർസഖ്, മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും വേർപിരിഞ്ഞ ആ അവസ്ഥ. മനുഷ്യന്റെ ശരീരത്തിൽ ഇപ്പോൾ ആത്മാവില്ല, അത് ശരീരത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ്. പലരും കരുതുന്നത് ആ സമയത്ത് ആത്മാവ് ഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. അത് ഇസ്ലാമിക വിശ്വാസമല്ല, യാഥാർത്ഥ്യവും അങ്ങനെയല്ല. പ്രിയമുള്ളവരെ, ആ സമയത്ത് ആത്മാവ് 2 സ്ഥലങ്ങളിലാണ്. വിശ്വാസിയുടെ ആത്മാവ് ഇല്ലീൻ എന്ന സ്ഥലത്തും അവിശ്വാസിയുടെ ആത്മാവ് സിജ്ജീൻ എന്ന സ്ഥലത്തുമാണ്. അള്ളാഹു ഇല്ലീൻ എന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന ആത്മാക്കളിൽ നമ്മുടെയൊക്കെ ആത്മാക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് ഒരിക്കലും മനുഷ്യ ശരീരത്തിലേക്ക് ആത്മാവ് കയറിക്കൂടുന്നില്ല. മറ്റൊരാളുടെ ശരീരത്തിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് മറ്റൊരാളുടെ ആത്മാക്കൾ കയറിക്കൂടുന്നില്ല. അത് അബദ്ധം നിറഞ്ഞ വിശ്വാസമാണ്. ആ സമയത്ത് ആത്മാവ് ഇല്ലിയിലോ സിജ്ജീനിലോ ആണ് ഉണ്ടായിരിക്കുക. മൂന്നാമത്തെ ഘട്ടം എപ്പോൾ പറഞ്ഞത്? ആലമുൽ ബർസഖ്. 4ാം ഘട്ടം ആലമുൽ മഹിഷർ. സൂറന്ന ഗാഹളത്തിൽ ഊതിയതിനു ശേഷം ഉള്ള ആത്മാക്കളുടെ അവസ്ഥ. അതിനെ മഹാന്മാർ ആലമുൽ മഹിഷർ എന്നാണ് അതിനെ വേർതിരിച്ച് വിവരിക്കുന്നത്. മറ്റൊരു ഘട്ടമാണ് ആലമുൽ ജസാ, നന്മയും തിന്മയും ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഘട്ടം. ഇങ്ങനെ 5 ഘട്ടങ്ങളിലായി